പീരിയഡ്സ് ആകുമ്പോഴുള്ള വയറുവേദന എന്തുകൊണ്ടാണ് വരുന്നത്? പൊതുവേ നമ്മൾ പറയും ഈ ഗ്യാസ് കയറുന്നത് കൊണ്ടാണ് ഈ വയറുവേദന എടുക്കുന്നത്. എന്താണ് അത് വരാൻ കാരണം? പീരിയഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഗർഭാശയത്തിന്റെ ഏറ്റവും അകത്തുള്ള ഒരു ലൈനിങ് ഷെഡ് ആവുകയാണ്. അപ്പോൾ അത് പുറത്തോട്ട് വരണമെങ്കിൽ ഒരു കുറച്ച് ചെറിയ രീതിയിലെങ്കിലും യൂട്രസ് ഗർഭാശയം ഒന്ന് കൺട്രാക്ട് ചെയ്യണം. കൺട്രാക്ട് ചെയ്താൽ മാത്രമേ ആ ബ്ലഡ് പുറത്തോട്ട് തള്ളിപ്പോവുകയുള്ളൂ. ആ കൺട്രാക്ഷൻ സമയത്ത് അങ്ങോട്ടുള്ള രക്തയോട്ടം, അതായത് യൂട്രസിന്റെ അങ്ങോട്ടുള്ള രക്തയോട്ടം അങ്ങ് കുറയും. അപ്പോൾ ആ കുറയുമ്പോഴത്തേക്ക് അങ്ങോട്ടുള്ള ഒരു ഓക്സിജൻ സപ്ലൈ കുറയും. അപ്പോൾ ഓക്സിജൻ സപ്ലൈ കുറയുന്നതുകൊണ്ടാണ് ഈ വേദന വരുന്നത്. പക്ഷേ ഇത് ഗ്യാസ് കാരണമല്ല. ഈ ഗർഭധാരണത്തിന് മുന്നേ ഈ പാർട്ട്നേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? 3 monthsന് മുന്നേ നമ്മൾ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. രണ്ടുപേരും ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, വൈഫ് മാത്രമല്ല. മെനോപോസ് എന്താണ് സത്യത്തിൽ? 45 മുതൽ ഒരു 55 വയസ്സിനുള്ളിൽ ഇടയ്ക്കുള്ള സ്ത്രീകളിൽ 12 മാസത്തോളം അവർക്ക് ആർത്തവമേ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആർത്തവരാമെന്നാണ് പറയുന്നത്. ഈ IPL പോലുള്ള ടാബ്ലറ്റുകൾ സത്യത്തിൽ അതൊരു പൂർണ്ണമായിട്ടുള്ള ഒരു ഗർഭനിരോധന ഗുളികകളാണോ? പൂർണ്ണമായിട്ടും ഒരു ഗർഭനിരോധന ഗുളിക എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലൊട്ട് ആണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് 100% എഫക്റ്റീവ് അല്ല. അതുകൊണ്ടാണ്. ഡോക്ടേഴ്സ് ഡയറിയിൽ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ മിന്നു ദേവനേഷ് ആണ്. വെൽക്കം മാം. താങ്ക് യു സോ മച്ച്. മാം, സത്യത്തിൽ ഈ സ്ത്രീകൾ എത്ര ഇടവേളകളിൽ ഈ ഗൈനക്കോളജി ചെക്കപ്പ് നടത്തണം? ആക്ച്വലി അബ്രോഡൊക്കെ ആണെങ്കിൽ അവർക്കൊരു ഇതിനൊക്കെ ഒരു മാനദണ്ഡമായിട്ടൊരു പ്രോട്ടോക്കോൾ ഉണ്ട്. അതായത് ഒരു പ്രശ്നം ഇല്ലെങ്കിൽ കൂടെ എല്ലാ വർഷവും ഒരിക്കൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണണമെന്ന്. നമ്മുടെ നാട്ടിൽ പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ പോയി കാണാറുള്ളൂ. പക്ഷെ ആ പ്രശ്നം വരെ വെയിറ്റ് ചെയ്യരുത്. ആക്ച്വലി നമ്മൾ ഇയർലി ഒരു പ്രാവശ്യം അറിയാവുന്ന, ഇപ്പോൾ ഫാമിലി ഗൈനക്കോളജിസ്റ്റ് ആണെങ്കിൽ കൂടെ ചെന്ന് കണ്ട് നമ്മുടെ സൈക്കിൾസ് ഒക്കെ റെഗുലർ ആണോ ഇല്ലയോ, ഇങ്ങനെയുണ്ട്, ബ്ലീഡിങ് ഉണ്ടോ, വയറുവേദന ഉണ്ടോ, വേറെ എന്തെങ്കിലും ഡിസ്ചാർജ് ഉണ്ടോ, എല്ലാം ഒന്ന് ജസ്റ്റ് ഒരു ഓവർവ്യൂ ഒന്ന് കൊടുത്താൽ നമുക്കിനി എന്തെങ്കിലും ഫർദർ ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണോ, സ്കാൻ എന്തെങ്കിലും എടുക്കണോ, അങ്ങനെയൊക്കെയുള്ള കാര്യം അവർ പറയും. അപ്പം ചിലപ്പോഴൊക്കെ സിംറ്റം ഒന്നും ഇല്ലാത്ത, ഒരു ലക്ഷണവും കാണിക്കത്തില്ല, അവരിൽ ആക്ച്വലി ഫൈബ്രോയിഡൊക്കെ ഉണ്ടാവാറുണ്ട്. സ്കാനിങ് എടുക്കുമ്പോൾ അതും വലിയ ഫൈബ്രോയിഡൊക്കെ. ചിലപ്പോൾ അത് ഒരു രീതിയിലും അവർക്കൊരു ലക്ഷണം കാണിച്ചെന്നില്ല. എന്താ പറയുക, എല്ലാവർക്കും ബ്ലീഡിങ് ആണ് ഒരു വാർണിംഗ് പോയിന്റ് ആയിട്ട് വെക്കുന്നത്. ബ്ലീഡിങ് ഉണ്ടോ, അതായത് അമിതമായിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടോ, അപ്പോഴാണ് എല്ലാവരും ഓടുന്നത് ഡോക്ടറിൻ്റെ അടുത്ത്. അപ്പം എല്ലാ ഫൈബ്രോയിഡും ബ്ലീഡിങ് കാണിക്കണം എന്നില്ല. അപ്പം അതിൻ്റെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സ്കാനിങ്ങിൽ അങ്ങനെ എന്തെങ്കിലും കാണുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഫോളോ അപ്പ് വെക്കാം. ശരി, അപ്പോൾ ഇനി 6 മാസം കഴിഞ്ഞ ഒരു സ്കാൻ എടുക്കാം, വളരുന്നുണ്ടോ എന്ന് നോക്കാം. ഇതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. അപ്പം എന്തുകൊണ്ടും നല്ലത് എല്ലാ വർഷവും ഒരിക്കൽ പോയി കാണുന്നതാണ്. പിന്നെ പാപ്സ്മിയർ ടെസ്റ്റ് ഉണ്ട്. അതായത് നമുക്ക് സെർവിക്കൽ ക്യാൻസറിൻ്റെ ഒരു സ്ക്രീനിങ് ടെസ്റ്റാണ്. അത് സെർവിക്കൽ ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് നല്ല അധികമാണ് ആക്ച്വലി ഇന്ത്യയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എല്ലാ 3 വർഷവും ചെയ്യണം എന്നാണ് 21 വയസ്സ് കഴിഞ്ഞവരിൽ. അപ്പം പോകുമ്പം അതും കൂടെ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ പീരിയഡ്സ് ആകുമ്പോഴുള്ള വയറുവേദന സത്യത്തിൽ അത് എന്തുകൊണ്ടാണ് വരുന്നത്? പൊതുവേ നമ്മൾ പറയും ഈ ഗ്യാസ് കയറുന്നത് കൊണ്ടാണ് ഈ വയറുവേദന എടുക്കുന്നത്. എന്താണ് അത് വരാൻ കാരണം? അതെ, ആ ഒരു മിസ്കോൺസെപ്ഷൻ എങ്ങനെയാണ് ഉത്ഭവിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മുടെ ഇപ്പം പീരിയഡ്സ് തുടങ്ങുക, ഇപ്പം പീരിയഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഗർഭാശയത്തിൻ്റെ ഏറ്റവും അകത്തുള്ള ഒരു ലൈനിങ് ഷെഡ് ആവുകയാണ്. അപ്പോൾ അത് പുറത്തോട്ട് നമുക്ക് എക്സ്പെൽ ചെയ്യണം. അപ്പോൾ അത് പുറത്തോട്ട് വരണമെങ്കിൽ ഒരു കുറച്ച് ചെറിയ രീതിയിലെങ്കിലും യൂട്രസ് ഗർഭാശയം ഒന്ന് കൺട്രാക്ട് ചെയ്യണം. കൺട്രാക്ട് ചെയ്താൽ മാത്രമേ ആ ബ്ലഡ് പുറത്തോട്ട് തള്ളിപ്പോവുകയുള്ളൂ. അപ്പം ആ കൺട്രാക്ഷന് വേണ്ടിയിട്ടാണ് പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ന് പറഞ്ഞിട്ടൊരു രാസവസ്തു റിലീസ് ആവാറുണ്ട്. അപ്പം ആ കൺട്രാക്ഷൻ സമയത്ത് അങ്ങോട്ടുള്ള രക്തയോട്ടം, അതായത് യൂട്രസിൻ്റെ അങ്ങോട്ടുള്ള രക്തയോട്ടം അങ്ങ് കുറയും. അപ്പോൾ ആ കുറയുമ്പോഴത്തേക്ക് അങ്ങോട്ടുള്ള ഒരു ഓക്സിജൻ സപ്ലൈയും കുറയും. അപ്പോൾ ഓക്സിജൻ സപ്ലൈ കുറയുന്നതുകൊണ്ടാണ് ഈ വേദന വരുന്നത്. ഇതൊരു റീസൺ. സെക്കൻഡ് റീസൺ എന്താണെന്ന് വെച്ചാൽ, ഗർഭാശയ മുഖം കുറച്ചെങ്കിലും തുറക്കണം, എന്നാൽ മാത്രമേ ഈ ബ്ലഡ് പുറത്തോട്ട് വരത്തുള്ളൂ. അപ്പോൾ അത് തുറക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ഡെലിവറി ടൈമിൻ്റെ അത്ര, അതൊരു 10 സെൻറ്റിമീറ്ററോളം എന്താ പറയുക വികസനം വരുന്നുണ്ട്. ഇത് അത്രയൊന്നും ഇല്ല, ഒരു ചെറിയൊരു മില്ലിമീറ്റർ എങ്കിലും വികസിക്കണം. അതിനും വേണ്ടിയിട്ടും കൂടെയാണ് കൺട്രാക്ട് ചെയ്യുന്നത് യൂട്രസ്. അപ്പോൾ ഈ 2 റീസണും കാരണമാണ് ഈ പെയിൻ വരുന്നത്. പിന്നെ പെയിൻ വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, ഗ്യാസിന്റെ ഗുളിക നമുക്ക് എടുക്കാം. കാരണം അതിൽ നിന്ന് നമുക്ക് ഒരു പെയിന്റെ കൂടെ തന്നെ ബ്ലോട്ടിങ് സെൻസേഷൻ ഒക്കെ വരും. പിന്നെ ഓൾറെഡി കുറച്ച് അൾസറൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു കുറച്ച് ഗ്യാസ്ട്രൈറ്റിസ് കൂടും. അപ്പോൾ ഇതെല്ലാം പ്രൊജസ്ട്രോണിന്റെ അളവ് കൂടുന്നതുകൊണ്ടുള്ള മാറ്റങ്ങളാണ്.
അപ്പം ഗ്യാസിൻ്റെ ഗുളിക എടുക്കുമ്പോൾ ഈ കുറച്ച് എന്താ പറയുക, ഈ സിംറ്റംസിലൊക്കെ ഒരു ശമനം വരും. പക്ഷെ എന്നാലും പെയിൻ കില്ലറും കൂടെ എടുക്കുന്നതാണ് നല്ലത്. പക്ഷെ ഇത് ഗ്യാസ് കാരണം അല്ല, ഇതിങ്ങനെ ഈ ഒരു രാസവസ്തു പ്രൊഡ്യൂസ് ആവുന്നതുകൊണ്ട് മാത്രം വരുന്ന ഒരു പെയിൻ ആണ്. ഈ ഗർഭധാരണത്തിന് മുന്നേ ഈ പാർട്ട്നേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു കപ്പിൾ അല്ലേ, അതായത് ഇപ്പം ഹസ്ബൻഡും വൈഫും നമ്മളൊരു 3 monthsന് മുന്നേ, ഐഡിയലി പറയുവാണെങ്കിൽ ഒരു 3 monthsന് മുന്നേ നമ്മൾ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. ഒരു കാര്യം, രണ്ടുപേരും ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, വൈഫ് മാത്രമല്ല. ജനറൽ ആയിട്ടുള്ള നമ്മളിപ്പോൾ മാസ്റ്റർ ഹെൽത്ത് ചെക്കപ്പ് സമയത്തൊക്കെ നമ്മളിപ്പോൾ ഷുഗർ നോക്കും, തൈറോയിഡ് നോക്കും, പിന്നെ ഇപ്പം വൈറ്റമിൻ ഡിയും കൂടെ നോക്കണമെന്ന് പറയാറുണ്ട്. അപ്പം ജനറൽ ആയിട്ടുള്ള ഹീമോഗ്ലോബിൻ ലെവൽ നോക്കാം, ഇതൊരു കാര്യം. സെക്കൻഡ് എന്ന് പറയുന്നത് അവരിപ്പം എസ്പെഷ്യലി വൈഫ് നമ്മൾ കുഞ്ഞിലെയാണ് വാക്സിനേഷനൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വാക്സിൻ ആക്ച്വലി എടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഈ പ്രഗ്നൻസി സമയത്ത് ഇൻഫെക്ഷൻ എന്തെങ്കിലും വന്നാൽ അത് അമ്മേനെയും ബാധിക്കും, കുഞ്ഞിനെയും ബാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രിവെൻറ്റീവ് മെഷറായിട്ട് നമുക്ക് റുബെല്ല, പിന്നെ ചിക്കൻ പോക്സിൻ്റെ വാരിസെല്ല എന്ന് പറയും, പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബി, അപ്പോൾ ഇതെല്ലാം ഒന്ന് എടുത്തു വെക്കുന്നത് നല്ലതാണ്. ഒരു 6 മാസം മുന്നേ എങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ഡോസെങ്കിലും എടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇത് രണ്ടും. പിന്നെ തേർഡ് എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി എന്തെങ്കിലും മെഡിസിൻ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ, വൈഫായാലും ഹസ്ബൻഡ് ആണെങ്കിലും, ഇതൊക്കെ ഇനി കണ്ടിന്യൂ ചെയ്യാവോ എന്ന് ചോദിക്കാൻ ഡോക്ടറിനെ കാണുന്നത് നല്ലതായിരിക്കും. അതായത് ഇപ്പോൾ ഈ മെഡിസിൻ എടുക്കവേ നമ്മൾ പ്രഗ്നൻ്റ് ആവുകയാണെങ്കിൽ അത് കുഞ്ഞിനെ ബാധിക്കുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഡോക്ടറിനെ കാണുന്നത് നല്ലതായിരിക്കും. പിന്നെ ജനറലായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു ഓപ്പൺ അപ്പ് ചെയ്യാനായിട്ട് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നല്ലതായിരിക്കും. അതായത് എൻ്റെ സൈക്കിൾസ് ഇങ്ങനെയാണ്, നമ്മൾ ബന്ധപ്പെടുമ്പോൾ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളുണ്ട്, ഇതൊക്കെ ഒന്ന് സമ്മറൈസ് ചെയ്യുവാണെങ്കിൽ അതിലെന്തെങ്കിലും മാറ്റം വരുത്താൻ ഉണ്ടെങ്കിൽ അത് ഗൈനക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് ആരായാലും തന്നെ സജഷൻസ് തരും. അപ്പോൾ അതൊക്കെ ഒന്ന് എന്താ പറയുക, നമ്മളൊന്ന് കൺസിഡർ ചെയ്തിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ഹെൽത്തി ബേബി ഉണ്ടാവും. ഈ സാധാരണ നോർമൽ ഡെലിവറിയും ഈ സി സെക്ഷനും തമ്മിൽ കുറെ തെറ്റിദ്ധാരണകളുണ്ട്. എന്തൊക്കെയാണ് സത്യത്തിൽ, സത്യമുണ്ടോ അതിൽ? എന്തൊക്കെയാണ് പൊതുവെ പറയാറുള്ളത്? അതൊരു ലിസ്റ്റ് ഉണ്ട്, കുറേ ഉണ്ട്. അത് പണ്ട് തൊട്ടേ ഉള്ള ഒരു മിസ്കൺസെപ്ഷൻസ് ആയിരിക്കും. അപ്പോൾ ഞാൻ നോർമൽ ഡെലിവറിയുടെ പറയാം ഒരു 1-2 എണ്ണം. ഇപ്പം നോർമൽ ഡെലിവറി നമ്മൾ വിളിക്കുന്നത് സുഖപ്രസവം എന്നാണല്ലോ. അപ്പം ആ സുഖപ്രസവം അല്ല എന്ന് എല്ലാവർക്കും അറിയാം, നല്ല പോലെ പെയിൻ ഉണ്ട്. പക്ഷെ ഒരാൾ എന്താ പറയുക, അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ പെയിൻ ഫുള്ള് സഹിക്കേണ്ട ആവശ്യമില്ല. എപ്പിഡ്യൂറൽ ഉണ്ട് ഇപ്പം, അതായത് ഒരു അനസ്തീഷ്യ ഉണ്ട്. അപ്പം എന്നാണോ ലാസ്റ്റ് ഡോക്ടറിനെ കാണാൻ പോകുന്ന ചെക്കപ്പ് എന്ന് വെച്ചാൽ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, എനിക്ക് എപ്പിഡ്യൂറൽ വേണം. നോർമൽ ഡെലിവറി ഉള്ളവരാ. അതെ. അപ്പോൾ അത് നേരത്തെ പറഞ്ഞു വെക്കുവാണെങ്കിൽ ആ ഗൈനക്കോളജിസ്റ്റിന് ഇൻറ്റിമേറ്റ് ചെയ്യാൻ പറ്റും. അനസ്തീഷ്യ ഡിപ്പാർട്ട്മെൻറ്റിനെയോ അനസ്തെറ്റിസ്റ്റിനെയോ അന്ന് ഡ്യൂട്ടിയിലുള്ള അനസ്തെറ്റിസ്റ്റിനെ ഇൻറ്റിമേറ്റ് ചെയ്യുവാണെങ്കിൽ അവർ വന്ന് അനസ്തീഷ്യ തരും. പിന്നെ പെയിൻ ഫ്രീ അല്ലേ, എന്തിനാണ് പിന്നെ പെയിൻ അനുഭവിക്കുന്നത്? എത്രയൊക്കെ ആയാലും ഒരു പെർസെൻറ്റേജോളം നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും പെയിൻ. അപ്പോൾ അതൊന്നാണ്. പിന്നെ സെക്കൻഡ് എന്ന് വെച്ചാൽ നമുക്ക് നോർമൽ ഡെലിവറി കഴിഞ്ഞ് പിന്നെ റെസ്റ്റ് എടുക്കേണ്ട, ഉടനെ എല്ലാ ജോലി അങ്ങ് ചെയ്തു തുടങ്ങാം, നോർമൽ അല്ലേ, അങ്ങനെ ഒരു ധാരണയുണ്ട്. അങ്ങനെയല്ല. ഇപ്പം നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ടോ അതെല്ലാം തിരിച്ച് പഴയ പോലെ ആവണമെങ്കിൽ ഒരു 6 weeks 1.5 മാസം ഗ്യാപ്പെങ്കിലും ഒന്ന് കൊടുക്കണം അമ്മയ്ക്ക്. അപ്പോൾ ഒരു 1.5 മാസം കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയെല്ലാം എന്താ പറയുക, നോർമലായിട്ട് ജോലിക്ക് പോകണം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ വീട്ടിൽ തന്നെ കാര്യങ്ങളൊക്കെ ഒരു 6 ആഴ്ച കഴിഞ്ഞിട്ട് എല്ലാം ചെയ്തു തുടങ്ങിയാൽ മതി. പിന്നെ തേർഡ് എന്ന് വെച്ചാൽ നോർമൽ ഡെലിവറിക്ക് ഒരു സൈഡ് എഫക്റ്റും ഇല്ല എന്നൊരു ധാരണയുണ്ട്. അങ്ങനെയല്ല. നോർമൽ ഡെലിവറി ടൈമിൽ നമ്മുടെ കുഞ്ഞിൻ്റെ തല ആ വഴി വന്നിട്ട് ഇപ്പം കുറേ നേരം അവിടെ സ്റ്റക്ക് ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നല്ല കുറച്ച് വെയിറ്റ് ഉള്ള ബേബിയൊക്കെ ആണെങ്കിൽ നല്ല പോലെ ആ പേശികൾ നല്ല വീക്കാവും ആ ഒരു ഭാഗത്തെ. ആ പേശികൾ തിരിച്ച് സ്ട്രെങ്തൻ ചെയ്തെടുക്കാൻ നമുക്ക് സമയം കിട്ടിയില്ലെങ്കിൽ അവിടെ നല്ല പോലെ യോനി അയവ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊരു സൈഡ് എഫക്റ്റ് തന്നെയാണ്. എല്ലാവർക്കും വരുമെന്ന് ഞാൻ പറയുന്നില്ല, ഒരു ശതമാനം ആൾക്കാർ ഉണ്ട് ആ ഒരു എന്താ പറയുക ഒരു സൈഡ് എഫക്റ്റ്. ഇതാണ് നോർമൽ ഡെലിവറിയിൽ നമ്മൾ കണ്ടുവരുന്നത്, എല്ലാം ഞാൻ പറയുന്നില്ല. സിസേറിയൻ്റെ പ്രശ്നം മെയിൻ എന്ന് വെച്ചാൽ നമ്മുടെ ഡോക്ടേഴ്സ് നോർമൽ മാക്സിമം ട്രൈ ചെയ്തിട്ടാണ് സിസേറിയനെ പോസ്റ്റ് ചെയ്യുന്നത്. അല്ല നമുക്ക് 3 മണിക്ക് ദൃശ്യം കാണാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ഓടിച്ചാടി ഇതൊന്നും തീർക്കാൻ വേണ്ടിയിട്ടല്ല സിസേറിയൻ ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ഒരു കാര്യം മനസ്സിലാക്കണം. എല്ലാവർക്കും ഒരു ബൈസ്റ്റാൻഡേഴ്സിന് എസ്പെഷ്യലി ഒരു തിങ്കിങ് ഉണ്ട്, ഓ ഡോക്ടർ വന്ന് സിസേറിയൻ പറഞ്ഞു, ഓ അവർക്ക് മടിയാ നോർമലിന് വെയിറ്റ് ചെയ്യാൻ. അതല്ല, ആക്ച്വലി നമ്മൾ മാക്സിമം വെയിറ്റ് ചെയ്തു. അമ്മയ്ക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട്, അതായത് അമ്മയെ കൊണ്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ തല തിരിഞ്ഞ് വരുന്നില്ല, കുറേ നേരം വെയിറ്റ് ചെയ്തു, കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് ഡ്രോപ്പ് ആവുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻഡിക്കേഷൻ ഉള്ളത് കാരണം മാത്രമാണ് നമ്മൾ സിസേറിയൻ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു കാര്യം. പിന്നെ സിസേറിയൻ കഴിഞ്ഞാൽ
നമുക്ക് വയറ്, അതായത് ബെൽറ്റ് ഇടണം എന്നൊക്കെ പറയാറുണ്ട്. അത് ആക്ച്വലി മൊത്തത്തിൽ ഞാനത് ചെയ്യണ്ട എന്ന് പറയുന്നില്ല, എന്നാലോട്ട് ചെയ്യണം എന്നും പറയുന്നില്ല. കാരണം അവിടുത്തെ സ്കിന്നായാലും അകത്ത് യൂട്രസ് ആയാലും ഒന്ന് ഹീലാവാൻ കുറച്ച് സമയം കൊടുത്തിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ, എക്സസൈസ് ആണെങ്കിലും ബെൽറ്റ് ആയാലും അതൊക്കെ ചെയ്യണം. അപ്പോൾ അത് നോർമൽ ഡെലിവറിനേക്കാളും കുറച്ചുകൂടെ സമയം എടുക്കും സിസേറിയൻ ഹീലാവാനായിട്ട്. അതൊരു കാര്യം. തേർഡ് എനിക്ക് പറയാനുള്ളത്, ഞാൻ കേട്ടിട്ടുള്ളതാണ്, സിസേറിയൻ ചെയ്ത് കഴിഞ്ഞാൽ പാല് ഉൽപാദനം കുറവാണ്. കുഞ്ഞിന് പാല് കിട്ടത്തില്ല സിസേറിയൻ ചെയ്യുവാണെങ്കിൽ. അതില്ല കേട്ടോ. ആക്ച്വലി കോണ്ടാക്ട് ടൈം കുറച്ച് കൂടും. അതായത് സിസേറിയൻ ചെയ്യുവാണെങ്കിൽ അമ്മേനെ പിന്നെ റിക്കവറി റൂമിൽ നിന്ന് അവിടെ നിന്ന് ICUയിൽ മാറ്റും. കുറച്ച് സമയം എടുക്കും കുഞ്ഞിനെ കാണാനായിട്ട്. മേ ബി ഒരു 1 or 2 hours എടുക്കും. പക്ഷെ നോർമൽ ഡെലിവറിയിൽ അങ്ങനെയല്ല, അപ്പം തന്നെ നമ്മൾ കയ്യിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ അപ്പം തന്നെ മിൽക്ക് പ്രൊഡക്ഷൻ തുടങ്ങും. പക്ഷെ സിസേറിയനിൽ ഈ ഒരു ടൈം ഗ്യാപ്പ് എടുക്കുന്നതുകൊണ്ട് ചിലപ്പോൾ അതൊന്ന് ഡിലേ ആവുന്നേ ഉള്ളൂ. പക്ഷെ ഒരു രീതിയിലും ക്വാണ്ടിറ്റിയിലോ ക്വാളിറ്റിയിലോ ഒരു രീതിയിലും ഒരു മാറ്റം വരുന്നില്ല. അതുപോലെ തന്നെ നോർമൽ ഡെലിവറിയിൽ എത്രത്തോളം പാലുണ്ടാവുന്നു അതുപോലെ തന്നെ സിസേറിയനിൽ ഉണ്ടാവുന്നത്. പിന്നെ ഒരെണ്ണമുണ്ട്, ഈ സിസേറിയൻ ആണ് ചെയ്തതെങ്കിൽ ഫ്യൂച്ചറിൽ ആ അമ്മയ്ക്ക് ബോഡിയിൽ ഇഷ്യൂസ് ഉണ്ടാവും, നടുവേദന. അത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇല്ല കേട്ടോ. ഇല്ല. അതെനിക്ക് തോന്നുന്നു വയറ് ചിലപ്പോൾ കുറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് സിസേറിയൻ സെക്ഷനിൽ. അപ്പോൾ ഈ വയറ് ചാടി കിടക്കുന്നതുകൊണ്ട് ആ സ്പൈനിൽ വരുന്ന പ്രശ്നം കാരണം, നട്ടെല്ലിൽ വരുന്ന പ്രശ്നം കാരണമാണ് ഈ നട്ടെല്ലിലെ വേദന അല്ലെങ്കിൽ ലോ ബാക്ക് ഏക്ക് കുറേ നാൾ കഴിഞ്ഞിട്ട് അവർ പറയുന്നത്. അത് കാരണമായിരിക്കും. പിന്നെ ഫ്യൂച്ചറിൽ അതൊരു കാര്യം പറയേണ്ടതെന്ന് വെച്ചാൽ, ഇതും പൊതുവായ ഒരു ധാരണ ഉണ്ട്. അതായത് സിസേറിയൻ ചെയ്താൽ അടുത്തതും സിസേറിയൻ ആയിരിക്കും. പക്ഷെ അതിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പം സിസേറിയൻ കഴിഞ്ഞിട്ട് നമുക്ക് വജൈനൽ ട്രൈ ചെയ്യാനുള്ള എല്ലാ രീതിയിലുള്ള ഫെസിലിറ്റീസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പം അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ കൂടെ അറ്റ്ലീസ്റ്റ് നമുക്കൊരു ചാൻസ് കൊടുക്കാം അവർക്ക്. അതായത് ഫസ്റ്റ് ഒരു പ്രശ്നം ഇല്ലാതെ അൺകോംപ്ലിക്കേറ്റഡ് സിസേറിയൻ ആണെങ്കിൽ നമുക്ക് ഒരു ചാൻസ് കൊടുക്കാം. അടുത്ത പ്രസവത്തിന് നമുക്ക് നോർമൽ ആക്കാൻ ട്രൈ ചെയ്യാം. ഈ മെനോപോസ് എന്താണ് സത്യത്തിൽ? മെനോപോസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 45 മുതൽ ഒരു 55 വയസ്സിനുള്ളിൽ ഇടയ്ക്കുള്ള സ്ത്രീകളിൽ 12 മാസത്തോളം അവർക്ക് ആർത്തവമേ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആർത്തവവിരാമം എന്നാണ് പറയുന്നത്. പിന്നെ അത് കൺഫേം ചെയ്യാനായിട്ട് വേണമെങ്കിൽ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യാം. പക്ഷെ പൊതുവെ ഈ ഏജ് ഗ്രൂപ്പാണ്. അപ്പം എന്താ പ്രശ്നം പറ്റുകയെന്ന് വെച്ചാൽ, നമ്മളിൽ ഉള്ള യൂഷ്വലി ഉള്ള ഹോർമോൺസ് അഥവാ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, ഇതാണല്ലോ എല്ലാവർക്കും കേട്ടറിയുള്ള ഹോർമോൺസ്. അപ്പം ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഇതെല്ലാം കുത്തനെ അങ്ങ് താഴും. ഇതിൻ്റെ വാല്യൂ, ബ്ലഡിലുള്ള അളവ് നല്ല പോലെ താഴും. അപ്പം എന്താ പറ്റുകയെന്ന് വെച്ചാൽ, പിന്നെ നമ്മുടെ അണ്ടാശയത്തിലുള്ള അണ്ടങ്ങളുടെ ഒരു അളവുണ്ടല്ലോ, എല്ലാവർക്കും ഒരു ടിപ്പിക്കൽ ഒരു നമ്പർ ഉണ്ട്. അത് നല്ലപോലെ കുറയും. കാരണം ഓരോ പ്രാവശ്യം ഓരോ ആർത്തവം വരുന്തോറും ഓരോ അണ്ടം വീതം റിലീസ് ആവുകയാണ്. അപ്പോൾ ഇതിൻ്റെ അളവും കുറയുമ്പോഴത്തേക്ക് ഇനി അങ്ങോട്ടുള്ള അണ്ടങ്ങളുടെ ക്വാളിറ്റി കുറവായിരിക്കും. അപ്പം അത് കാരണം ആർത്തവവിരാമം വരും. പക്ഷെ ഇത് സംഭവിക്കുമ്പോൾ നമ്മളിൽ വരുന്ന സിംറ്റംസ് എന്തൊക്കെയെന്ന് വെച്ചാൽ, പെട്ടെന്ന് ഡ്രാസ്റ്റിക് ചേഞ്ച് വരുന്നതുകൊണ്ട് എല്ലാവർക്കും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഒരു സിംറ്റം എന്ന് വെച്ചാൽ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളത് ഒരു ഹോട്ട് ഫ്ലഷസ് ആണ്. അതായത് ഭയങ്കരമായിട്ട് ആവി കയറുന്ന ഒരു ഫീല് വരും. അപ്പം അത്രയും നാൾ AC വേണ്ട ആളായിരിക്കും, അല്ല അത്രയും നാളും AC ഒന്നും വേണ്ട, കുഴപ്പമില്ല, നോർമൽ ടെമ്പറേച്ചറൊക്കെ മതി എന്ന് പറയുന്ന ആൾ പെട്ടെന്ന് AC ഇരിക്കണം, എനിക്ക് രാത്രിയൊക്കെ അവർ പെട്ടെന്ന് എണീക്കും, സ്വെറ്റ് ചെയ്തിട്ടൊക്കെ, വേർത്തിട്ടൊക്കെ. ലക്ഷണം എന്ന് വെച്ചാൽ മെനോപോസ് ആവുന്നതിന് മുന്നേ ഉള്ള ലക്ഷണങ്ങളാണ്. അതായത് ആ ഒരു 6 months ആ ഒരു ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമായിരിക്കും. അതിൻ്റെ മുന്നെയോ അതിന് മുന്നിലായിട്ടോ എപ്പോൾ വേണമെങ്കിലും നിന്നെന്ന് വരാം. ചിലവർക്ക് പെരി മെനോപോസ് എന്ന് പറഞ്ഞിട്ട് ശരിക്കും ഒരു 1 year സിംറ്റംസ് ഉണ്ടാവും. അതായത് ഈ ബ്ലീഡിങ് ഭയങ്കരമായിട്ട് കൂടും. പിന്നെ ഈ ബ്ലീഡിങ് വന്നിട്ട് അതായത് ഇറഗുലർ ആയിട്ട് വരും. ചിലപ്പം ഒരു മാസത്തിൽ 2 പ്രാവശ്യം വന്നെന്നിരിക്കും. അങ്ങനെ വരുന്നവരും ഉണ്ട്. അപ്പോൾ അവർക്കാണ് പെരി മെനോപോസൽ സിംറ്റംസ് എന്ന് പറയുന്നത്. അതൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഈ നൈറ്റ് ഫ്ലഷസ് വരും, പിന്നെ നൈറ്റ് സ്വെറ്റ് വരും. പിന്നെ ഉള്ളത് ഇച്ചിരി ഇറിറ്റബിലിറ്റി കൂടും. അതായത് പൊതുവെ ഒരു കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര കാമായിട്ടുള്ള ആളാണെങ്കിൽ ആ ഒരു സമയത്ത് പിള്ളേരുടെ കാര്യത്തിൽ ഓവറായിട്ട് ടെൻഷൻ അടിക്കുക, ഇറിറ്റബിൾ ആവുക, മൂഡ് സ്വിങ്സ് വരിക. പിന്നെ പ്രശ്നം, അതായത് നമ്മുടെ എന്താ പറയുക, ഹെൽത്ത് വൈസ് പറയുവാണെങ്കിൽ നമ്മുടെ എല്ലുകളുടെ ബലമൊക്കെ നല്ലപോലെ കുറയും, പേശികളുടെ അത് വീക്കാവും. ഇപ്പോൾ ഓസ്റ്റിയോപോറോസിസ് അങ്ങനത്തെ കണ്ടീഷൻസൊക്കെ വരാൻ തുടങ്ങും. പിന്നെ ഇത്രയും നാളും ഈസ്ട്രജൻ കാരണമാണ് നമുക്ക് ഹൃദയരോഗങ്ങളൊന്നും വരാതിരുന്നത്. അതൊരു ഹാർട്ട് പ്രൊട്ടക്റ്റീവ് എലമെൻ്റ് ആയിരുന്നു ഈസ്ട്രജൻ. പക്ഷേ ഈസ്ട്രജൻ ഇപ്പോൾ കുറഞ്ഞുകൊണ്ട് നമുക്ക് പതുക്കെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരാൻ തുടങ്ങും.
ഈ പീരിയഡ്സിന് മുന്നേ ഈ ചിലർക്ക് ഈ ബ്രസ്റ്റ് പെയിൻ വരാറുണ്ട്. അതെ 1 വീക്ക് മുന്നേ ഒക്കെ ചിലർക്ക് അതെ, വരാറുണ്ട്. വരാറുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് ഉം. കേൾക്കാറുള്ളത്. അതെ കിടക്കാൻ പറ്റില്ല, ഡ്രസ്സ് ഇടാൻ പറ്റില്ല. കറക്റ്റ്. എന്താണ് അത് തമ്മിലുള്ള ഒരു ഫങ്ഷൻ എന്താണ്? ഓക്കെ, ഇതിനെ സൈക്ലിക്കൽ മാസ്റ്റാൾജിയ എന്നാണ് വിളിക്കുന്നത്. ഇത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഓരോ തവണയും നമ്മുടെ പീരിയഡ്സ് കഴിയുമ്പോഴും ബോഡിയുടെ വിചാരം നമ്മളിപ്പോൾ പ്രഗ്നന്റ് ആവാൻ പോവുകയാണെന്ന്. Okay. അപ്പം പ്രഗ്നന്റ് ആവുന്നതിന് മുന്നോടിയായിട്ടുള്ള പ്രിപ്പറേറ്ററി ഫേസ് ആണ് ഇതിൽ ഒരു ഘടകം, അതായത് ബ്രസ്റ്റ് ഒന്ന് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് എല്ലാവരിലും വരണം എന്നില്ല, എന്നാലും ഒരു 40% ഓഫ് വിമണിൽ കാണുന്നതാണ്. അപ്പം ഈസ്ട്രജന്റെ അളവ് കൂടുന്തോറും നമ്മുടെ ബ്രസ്റ്റിനകത്തുള്ള ഗ്രന്ഥികളുണ്ടല്ലോ അത് പതുക്കെ സ്വെല്ലാവും. പിന്നെ കുറച്ച് നീർക്കെട്ടും വരും ഇതിന് ചുറ്റും. ഈ പാല് പോകുന്ന ആ ഒരു എന്താ പറയുക പൈപ്പ് ലൈൻ എന്ന് പറയുന്ന പോലെ. അപ്പോൾ അതിന് ചുറ്റുമുള്ള ടിഷ്യൂസ് ഒക്കെ ഒന്ന് ഡെവലപ്പ് ആവാൻ തുടങ്ങും. അപ്പോൾ ഇത് കാരണം സ്കിൻ അങ്ങ് സ്ട്രെച്ച് ആവും. നമ്മുടെ ബ്രസ്റ്റിൻ്റെ മുകളിലുള്ള സ്കിൻ അങ്ങ് സ്ട്രെച്ച് ആകുമ്പോഴത്തേക്ക് നമുക്കൊരു മൊത്തത്തിലൊരു ഡള്ളൊരു പെയിൻ വരും. പക്ഷെ അത് ഒരു പ്രശ്നമല്ല, അല്ല, അതൊരു ഇഷ്യൂ അല്ല, ഒരു ഡിസോർഡർ അല്ല, അതൊരു നോർമൽ ചേഞ്ച് ആണ്. അതിനിപ്പോൾ സ്കാൻ എടുക്കുകയോ അതിന് മരുന്ന് എടുക്കുകയോ ഒന്നും ആവശ്യമൊന്നുമില്ല. ഇച്ചിരി ഹെവിനെസ് ഫീൽ ചെയ്യും, ചെറിയൊരു പെയിനും ഫീൽ ചെയ്യും, പക്ഷേ പീരിയഡ്സ് ആകുമ്പോൾ തന്നെ മാറുകയും അതൊന്നും കുഴപ്പമില്ല. ഈ IPL പോലുള്ള ടാബ്ലറ്റുകൾ സത്യത്തിൽ അതൊരു പൂർണ്ണമായിട്ടുള്ള ഒരു ഗർഭനിരോധന ഗുളികകളാണോ? പൂർണ്ണമായിട്ടും ഒരു ഗർഭനിരോധന ഗുളിക എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലൊട്ട് ആണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് 100% എഫക്റ്റീവ് അല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ എല്ലാ മാസവും എടുക്കുന്ന ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് ആണെങ്കിൽ അത് 100% എഫക്റ്റീവ് ആണ്. പക്ഷേ IPL എന്ന് പറഞ്ഞാൽ എമർജൻസി ആയിട്ട് എടുക്കുന്ന ഒരു മരുന്ന് മാത്രമാണ്, അതിനകത്ത് പ്രൊജസ്ട്രോൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി അണ്ടോൽപാദനം കഴിഞ്ഞിരിക്കുന്ന ഒരാളാണെങ്കിൽ ഇനി അത് എഫക്റ്റീവ് ആവത്തില്ല. അപ്പം നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ, അപ്പോൾ എപ്പോഴാണ് അണ്ടോൽപാദനം ആവുന്നതെന്ന് അത് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അവർക്ക് മാത്രമേ നമ്മുടെ സൈക്കിൾ, ഇപ്പോൾ എനിക്ക് 28 ദിവസത്തെ സൈക്കിളാണ്, അല്ല എനിക്ക് 30 ദിവസത്തെ പീരിയഡ്സ് ആണെന്നൊക്കെ ആ പേഷ്യൻ്റ് ഞാൻ പറയുന്നില്ല, ആ വ്യക്തിക്കേ അറിയത്തുള്ളൂ. അപ്പം അത് കഴിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അപ്പോൾ ഈ 14 days ആണ്, 16 days കഴിഞ്ഞിട്ടാണ് ഈ പില്ല് എടുക്കുന്നതെങ്കിൽ എഫക്റ്റീവ് ആവത്തില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുവാണെങ്കിൽ നമ്മൾ എപ്പോഴാണോ ബന്ധപ്പെടുന്നത് അതിന് 24 മണിക്കൂറിനുള്ളിൽ എടുക്കുമ്പോഴാണ് ഒരു 90% എഫിക്കസി കിട്ടുന്നത്. അത് കഴിയും തോറും 72 hours അതല്ലെങ്കിൽ 3 days എടുക്കാം എന്നാണ് പക്ഷെ പറയപ്പെടുന്നത്. പക്ഷെ അപ്പോൾ പെർസെൻറ്റേജ് കുറഞ്ഞു വരും. അതായത് സെക്കൻഡ് ഡേ ആകുമ്പോഴത്തേക്കും ഒരു 65% ആവും, തേർഡ് ഡേ ആകുമ്പോൾ 48% ആവും. അപ്പോൾ ആ എഫിക്കസി കുറയുന്നതുകൊണ്ടാണ് നമ്മൾ അതിനെ മൊത്തമായിട്ട് റിലേ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നത്. പൊതുവെ ഈ ചെറിയ പെൺകുട്ടികളൊക്കെ പ്രഗ്നന്റ് ആവുന്ന നമ്മൾ കാണാറുണ്ട് വാർത്തകളിലൂടെ. സ്കൂളിൽ പഠിക്കുന്ന കുട്ടി പ്രഗ്നന്റ് ആയി, ന്യൂസ് ഡെലിവറി വരെ കഴിഞ്ഞു. ഈ ഇടയ്ക്ക് ഉണ്ടായിരുന്നു 19 വയസ്സുള്ള ഒരു കുട്ടി. സത്യത്തിൽ ഇവര് ഈ ഒരു ചെറിയ പ്രായത്തില് അവര് പ്രഗ്നന്റ് ആവുമ്പം സാധാരണ ഒരു നോർമൽ സ്ത്രീ എടുക്കുന്ന മരുന്നുകളോ ഒന്നും ഇവര് കഴിക്കാറില്ല. വയറ് വെക്കും. ഈ 9 മാസം വരെയും ഇവർക്ക് വയറുണ്ടാവും. എന്നാലും ഇവര് എങ്ങനെയാണ് ഒരു കുഞ്ഞിനെ ഡെലിവറി ചെയ്യുന്നത്? കാരണം നമുക്ക് സംശയം തോന്നും, ഒരു മരുന്നും കഴിക്കാതെ അവർക്ക് അബോഷനും ചിലർക്ക് മെഡിക്കൽ മിറാക്കിളോ റെയർ ആണ്. പക്ഷെ ഒരു കാര്യം എന്ന് വെച്ചാൽ അവരോ വീട്ടുകാരോ അറിയാറില്ല ചില കേസസിലൊക്കെ. അതിന് റീസൺസ് എന്താ വെച്ചാൽ, ഒന്ന് ഓൾറെഡി മെൻസസ്, അതായത് ആർത്തവം കുറച്ച് തെറ്റി വരുന്ന ഒരു കുട്ടിയായിരിക്കും. അപ്പോൾ ഈ 9 മാസത്തോളം എനിക്ക് മെൻസസ് ഇല്ല എന്നുള്ളത് ഒരു നോർമലായിട്ട് എടുക്കുന്ന ഒരു കുട്ടികളുണ്ട്. അപ്പോൾ അതൊന്ന്. പിന്നെ സെക്കൻഡ് എന്ന് വെച്ചാൽ ചിലവർക്ക് എല്ലാ മാസവും കുറച്ച് സ്പോട്ടിങ് വരാറുണ്ട്, ഇച്ചിരി ബ്ലീഡിങ് വരാറുണ്ട്. അപ്പോൾ അവരുടെ വിചാരം ഇരിക്കുമ്പോൾ തന്നെ, അപ്പോൾ അവരുടെ വിചാരം അതാണ് പീരിയഡ്സ്. ചിലപ്പോൾ അത് ഒരു ദിവസം 2-3 തുള്ളി വന്നതായിരിക്കും, പക്ഷെ അത് അവർ വിചാരിക്കും അതാണ് എൻ്റെ, ചെറിയ പിള്ളേരല്ലേ അറിയില്ലല്ലോ, അവർ വിചാരിക്കും അത് അവരുടെ പീരിയഡാണ്. തേർഡ് തിങ് എന്ന് വെച്ചാൽ വയറ്, അതാണല്ലോ നമ്മുടെ പ്രഗ്നൻസിയുടെ മെയിൻ. അപ്പോൾ വയറ് ചിലപ്പോൾ കണ്ടെന്ന് വരത്തില്ല. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവരുടെ കുഞ്ഞിൻ്റെ കിടപ്പ് വശം ചിലപ്പം നട്ടലുമായിട്ട് ചേർന്നായിരിക്കും, മുന്നോട്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനെ കുറേ പേരുണ്ട്. അപ്പോൾ അവർക്ക് വയറൊന്നും അങ്ങനെ വെക്കും, പക്ഷെ ഒരു ചെറിയൊരു നമ്മൾ കഴിച്ചിട്ട് ഇപ്പോൾ കുറച്ച് വയറിങ്ങനെ പൊന്തി നിൽക്കുന്ന പോലെ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഇതിന് കുറേ റീസൺസ് കാരണം ഇതിനെ ക്രിപ്റ്റിക് പ്രഗ്നൻസി എന്ന് പറയും, അതായത് പുറമെ കാണാൻ പറ്റാത്തൊരു പ്രഗ്നൻസി. പിന്നെ അധികം സിംറ്റംസും ഉണ്ടാവത്തില്ല. പക്ഷെ ഇത് എങ്ങനെയാണ് ഫുൾ ടേം പ്രഗ്നൻസി വരെ എത്തുന്ന ഒരു മെഡിസിനും ഒന്നും എടുക്കാതെ എന്ന് വെച്ചാൽ, there are എന്താ പറയുക ഒരു 16% ചാൻസ് ദാറ്റ് ഇതെല്ലാം അബോർഷൻ ആവുന്ന കേസസും ഉണ്ട്. പക്ഷെ നമ്മൾ വാർത്തയിൽ കാണുന്ന ഡെലിവറി ആവുന്ന കേസസ് ആണ്. അപ്പം എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ഗേൾസ് നല്ല ഹെൽത്തിയാണ്.
അതായത് അവർ നല്ലപോലെ ഭക്ഷണം കഴിച്ച് വേറെ എന്താ പറയാ BP ഷുഗറോ ആ പറയുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ അതിനൊക്കെ മുന്നേ ഉള്ള ഒരു ഏജ് ഗ്രൂപ്പ് ആയതുകൊണ്ട് ദ പേഷ്യൻ്റ് ആസ് സച്ച് വിൽ ബി വെരി ഹെൽത്തി. അപ്പോൾ അതൊരു കാര്യം. അപ്പോൾ അവർക്ക് അയണോ കാൽഷ്യമോ ഈ പറയുന്ന സപ്ലിമെന്റ്സിന്റെ ഒരു ആവശ്യവും ഇല്ല. അത് ഓൾറെഡി അവരുടെ ബോഡിയിൽ നല്ലപോലെ തന്നെ ഉണ്ടാവും. അപ്പം അതാണ് ഒരു മെയിൻ റീസൺ ദാറ്റ് ഇത് ഫുൾ ടേം പ്രഗ്നൻസി, അതായത് ഡെലിവറി വരെ എത്തുന്നതിൻ്റെ മെയിൻ റീസൺ. അബോർഷൻ ആവണമെങ്കിൽ മെയിൻ റീസൺ ഓഫ് അബോർഷൻ എന്ന് വെച്ചാൽ എന്തെങ്കിലും ജനിതകമായിട്ടുള്ള വൈകല്യമുള്ള പ്രഗ്നൻസീസോ, പിന്നെ ജനിച്ചു കഴിഞ്ഞ കുട്ടി നോർമൽ ആണോ എന്നുള്ളത് കാണുക ചിലപ്പോൾ നമുക്ക് നോർമൽ ആണെങ്കിൽ കൂടെ ചിലപ്പം ബർത്ത് വെയിറ്റ് കുറവായിരിക്കാം. അത് പിന്നെ പീഡിയാട്രീഷ്യൻസ് നോക്കിയാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ അവർക്ക് വേറെ എന്തെങ്കിലും രീതിയിൽ പ്രശ്നമുള്ള കുഞ്ഞാണോ എന്ന്. കാണുക ചിലപ്പോൾ ഫിസിക്കലി നമുക്ക് പുറമേ നോക്കുമ്പോൾ പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പിന്നെ ഇതിൽ പല പ്രഗ്നൻസീസും പ്രീ ടേം ആവാൻ ചാൻസ് ഉണ്ട്. അതായത് 40 വീക്സ് വരെ 9 മാസം തികയാതെ തന്നെ പ്രസവിക്കുന്ന കുട്ടികളും ഉണ്ട്. സോ അതായിരിക്കും ഒരു മെയിൻ റീസൺ. ഈ മെഡിക്കൽ അബോർഷനും സർജിക്കൽ അബോർഷനും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ്? ഓക്കെ, വ്യത്യാസം എന്ന് ചോദിക്കുവാണെങ്കിൽ 12 ആഴ്ച വരെയുള്ള പ്രഗ്നൻസീസ്, 3 മാസം വരെയുള്ള പ്രഗ്നൻസീസ് നമുക്ക് മെഡിക്കൽ അബോർഷൻ മതി എന്നാണ് പറയപ്പെടുന്നത്. മെഡിക്കൽ അബോർഷൻ എന്ന് വെച്ചാൽ നമ്മൾ മരുന്ന് കൊടുക്കുക. സോ മരുന്ന് വെച്ചിട്ട് നമ്മൾ ഗർഭമത്സരിപ്പിക്കുകയാണെങ്കിലാണ് അതിന് മെഡിക്കൽ അബോർഷൻ എന്ന് പറയുന്നത്. ഇനി സർജിക്കൽ അബോർഷൻ എപ്പോഴാണ് വേണ്ടി വരുന്നത് എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും സർജിക്കൽ അബോർഷൻ്റെ ആവശ്യമില്ല. ഈ 12 വീക്സ് കഴിഞ്ഞ പ്രഗ്നൻസി, 3 മാസം കഴിഞ്ഞ പ്രഗ്നൻസി ആണെങ്കിൽ അതും നമ്മൾ മെഡിക്കലി ആണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. മെഡിക്കൽ അബോർഷൻ ട്രൈ ചെയ്തിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് ആ ഗർഭാലസം മൊത്തമായിട്ട് നമുക്ക് നീക്കം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, അതായത് കുറച്ച് പ്രോഡക്ട്സ് ഇപ്പോഴും എന്താ പറയുക ഗർഭാശയത്തിനുള്ളിൽ റിമൈനിങ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ സർജിക്കൽ അബോർഷൻ. ഈ സർജിക്കൽ എന്ന് പറഞ്ഞാൽ പേര് കേൾക്കുമ്പോൾ എന്തോ സർജറി അങ്ങനെ അതൊന്നും അല്ല. ജസ്റ്റ് വാക്യൂം വെച്ചിട്ട് നമ്മൾ കുറച്ച് സക്ക് ചെയ്തെടുക്കും. ചിലപ്പോൾ ജെന്റിലായിട്ടൊന്ന് DNC എന്ന് പറയും, അതും ചെയ്യാറുണ്ട്. അത് മാത്രമേ ഉള്ളൂ. രണ്ടിൻ്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോഴത്തേക്കും മെഡിക്കലി നമ്മൾ മാനേജ് ചെയ്യുവാണെങ്കിൽ നമുക്ക് വീട്ടിലോട്ട് ചിലപ്പോൾ കൊടുത്തയക്കാറുണ്ട് ചില കേസസിൽ. ചിലപ്പോൾ നമ്മൾ അണ്ടർ സൂപ്പർവിഷൻ ഹോസ്പിറ്റലിൽ അവരുടെ അടുത്ത് കഴിക്കാൻ പറയാറുണ്ട്, ചിലപ്പോൾ ഉള്ളിൽ വെച്ച് കൊടുക്കാറുണ്ട്. സർജിക്കൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മോണിറ്ററൊക്കെ വെച്ച് വൈറ്റൽസ് ഒക്കെ മോണിറ്റർ ചെയ്തിട്ട് ചിലപ്പം 2-3 സ്റ്റാഫ് കാണുകയുള്ള ഒരു എന്താ പറയുക സൂപ്പർവിഷനിലായിരിക്കും സർജിക്കൽ അബോർഷൻ ചെയ്യുന്നത്. ആ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അനസ്തീഷ്യ വേണോ എന്ന് ചോദിച്ചാൽ ചില കേസസിൽ മാത്രമേ നമ്മൾ അനസ്തീഷ്യ കൊടുക്കേണ്ടി വന്നിട്ടുള്ളൂ. മിക്കവാറും അനസ്തീഷ്യ ഇല്ലാതെ തന്നെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ അബോർഷൻ ഗുളികകൾ ഈ സ്വമേധയ എടുക്കുമ്പം അതിന്റെ അപകട സാധ്യതകൾ എന്തൊക്കെയാണ്? അതെ, സ്വമേധയ എടുക്കാവോ എന്ന് ചോദിച്ചാൽ ഞാൻ അത് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം നമ്മളിപ്പം പ്രഗ്നൻ്റ് ആണ്, നമ്മൾ അറിഞ്ഞു, ഇപ്പം നമ്മൾ കാർ ടെസ്റ്റ് നോക്കി പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞു, എൻ്റെ അടുത്ത് ചോദിക്കുവാണെങ്കിൽ ഫസ്റ്റ് ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോകാനാണ് പറയാൻ. ബിക്കോസ് ഒരു നോൺ ജഡ്ജ്മെൻ്റൽ ആയിട്ടുള്ള ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഹിസ്റ്ററി എടുക്കണം. അതായത് ഫസ്റ്റ് വന്നിട്ട് നമ്മൾ ഇത് മാരീഡ് ആണോ അല്ലയോ, ഇതിന് മുന്നേ കുട്ടികളുണ്ടോ, അത് ഇത് ഫസ്റ്റ് ആണോ, പിന്നെ ഇതിന് മുന്നേ ഉള്ള പ്രസവങ്ങൾ എങ്ങനെയായിരുന്നു, നോർമൽ ആയിരുന്നോ സിസേറിയൻ ആയിരുന്നോ. അപ്പോൾ ഇതൊക്കെ ഇതിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ്. പിന്നെ ഉള്ളത് നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് ചോദിക്കും. നെഗറ്റീവ് ആണെങ്കിൽ അതിന് വേറെ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അപ്പം ഇത് നോക്കും. പിന്നെ സ്കാനിങ് എടുക്കാൻ പറയും. സ്കാൻ എന്തിനാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ ട്യൂബിൽ പ്രഗ്നൻസി ഉണ്ടോ എന്നറിയാനാണ്. ചിലവർക്ക് ട്യൂബൽ പ്രഗ്നൻസി വരാൻ ചാൻസ് ഉണ്ട്, അതിന് വേറൊരു മാനേജ്മെൻറ്റാണ്. നമ്മൾ ഈ സാധാരണ അബോർഷൻ ചെയ്യുന്ന പോലെ ചെയ്യാനേ പാടില്ല. ബിക്കോസ് ട്യൂബ് റപ്ചർ ആവാൻ സാധ്യതയുണ്ട്. അപ്പം ഗർഭാശയത്തിലാണ് പ്രഗ്നൻസി എന്ന് നമ്മൾ സാക്ക് കാണും. അപ്പോൾ അതൊക്കെയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാം. അപ്പം ഇതൊന്നും അറിയാതെ നമ്മൾ വീട്ടിൽ നമ്മൾ എടുക്കുവാണെങ്കിൽ അത് ഭയങ്കര അപകടകരമാണ്. അത് മാത്രമല്ല, എടുത്ത് കഴിഞ്ഞിട്ട് ഇനി ബ്ലീഡിങ് വല്ലതും ആവുകയാണെങ്കിൽ നമ്മളെ കൊണ്ട് ചിലപ്പോൾ മാനേജ് ചെയ്യാൻ പറ്റിയില്ലെന്നിരിക്കും. നമ്മൾ ഹോസ്പിറ്റലിലാണ് അല്ലെങ്കിൽ ഒരു ക്ലിനിക്കിലാണെങ്കിൽ സ്റ്റാഫ് ഉണ്ടാവും, ഡോക്ടർ ഉണ്ടാവും. എന്തെങ്കിലും രീതിയിൽ ബ്ലീഡിങ് ആവുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ബ്ലഡ് കയറ്റാം, അല്ലെങ്കിൽ നമുക്ക് DNC ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പം ഇതൊക്കെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇതേ ഒരു ഗുളികയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ പീരീഡ് ആവാതിരിക്കാനുള്ള ടാബ്ലറ്റുകളുണ്ട് 1 മന്ത് മുന്നേ കഴിച്ചിട്ട്. അപ്പം ഈ ഇടയ്ക്ക് നോർത്ത് ഇന്ത്യയിൽ എവിടെ ഒരു പെൺകുട്ടി മരിച്ചു ഇതുപോലെ ടാബ്ലറ്റ് എടുത്തിട്ട്. അതെന്തോ അമ്പലത്തിന്റെ പരിപാടിക്ക് വേണ്ടിയിട്ട് എടുത്തതാണ്. അതിന്റെ അപകട സാധ്യത എന്താണ്? കാരണം നമ്മൾ ഇത്രയും ഒരു പീരീഡ് ബ്ലോക്ക് ചെയ്ത് 1 മന്ത് മുന്നേ ഈ ടാബ്ലറ്റ് കഴിക്കുന്ന ഒരു രീതിയാണ് അതിൻ്റെത്. അതിന്റെ അപകട സാധ്യതകൾ എന്താണ്? ആക്ച്വലി നമ്മൾ ഇപ്പം എന്തെങ്കിലും
ഒരു ഫംഗ്ഷൻ വരുവാണ്, എന്തെങ്കിലും ഒരു ഇവൻറ്റ് വരുവാണെങ്കിൽ നമ്മൾ എപ്പോഴാണോ നമ്മുടെ പീരിയഡ്സ് ആവാൻ പോകുന്നത് ഡേറ്റ് നമുക്ക് അറിയായിരിക്കുമല്ലോ. റെഗുലറായിട്ട് അർത്ഥം വരുന്ന ഒരാളാണെങ്കിൽ ആ ഡേറ്റിന് ഒരു 5 ദിവസം മുന്നെയാണ് ആ ടാബ്ലറ്റ് എടുക്കേണ്ടത്. 5 ദിവസം മുന്നേ മാത്രം എടുത്താൽ മതി, 1 മാസം എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ എപ്പോഴാണോ ആ ഫംഗ്ഷൻ കഴിയുന്നത് അപ്പം അങ്ങ് നിർത്തണം. അപ്പോൾ അത് മൊത്തത്തിൽ ചിലപ്പോൾ ഒരാഴ്ചയുടെ ഗ്യാപ്പേ കാണത്തുള്ളൂ. ഈ ഒരാഴ്ച മാത്രമായിരിക്കും ഈ ടാബ്ലറ്റ് എടുക്കുന്നത്. 2 നേരം എടുക്കണം എന്നാണ് ടാബ്ലറ്റ് അനുസരിച്ചിട്ട്. അപ്പം ഇതിൽ കൂടുതൽ ഈ 1 മാസം 2 മാസമൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഈ നമ്മുടെ യൂട്രസിന് അല്ലെങ്കിൽ ഗർഭാശയത്തിനകത്തുള്ള ലൈനിങ് ഭയങ്കരമായിട്ട് വളരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഗുളിക നിർത്തുമ്പോഴത്തേക്ക് ഈ ലൈനിങ് എല്ലാം കൂടെ ഓവറായിട്ട് ബ്ലീഡിങ് വരാറുണ്ട്. അപ്പോൾ ആ രക്തസ്രാവം മൂലമായിരിക്കും ഈ കുട്ടിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടാവുക. അപ്പം ഡോക്ടറിനെ കണ്ടിട്ട് എപ്പോഴാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എപ്പോഴാണോ സ്റ്റോപ്പ് ചെയ്യേണ്ടത് ഡോക്ടറിനെ കണ്ട് അഡ്വൈസ് എടുത്തിട്ടായിരിക്കും ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലത്. അതുപോലെ തന്നെ ഈ ബലാത്സംഗം മൂലമോ നോർമൽ ആയിട്ടുള്ള ഒരു പ്രഗ്നന്റ് ആവുന്ന മൂലമോ എന്തെല്ലാമുള്ള ആരോഗ്യ പരിഗണനകളുണ്ട് നമ്മുടെ ഇവിടെ? ഓക്കെ, അപ്പോൾ നമ്മുടെ MTP ആക്ട് അനുസരിച്ചിട്ട്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ MTP ആക്ട് അനുസരിച്ചിട്ട് 24 ആഴ്ച, അതായത് അപ്രോക്സിമേറ്റ്ലി ഒരു 6 മാസം വരെ നമുക്ക് അബോർഷൻ ചെയ്യാൻ ഒരു അലവൻസ് ഉണ്ട് നമുക്ക്. അത് കഴിഞ്ഞിട്ട് ചെയ്യാൻ പാടില്ല എന്നാണ്. അതിൽ തന്നെ 20 ആഴ്ച വരെയാണെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ സൂപ്പർവിഷൻ മതിയാവും. 20 തൊട്ട് 24 ആഴ്ച വരെയാണെങ്കിൽ, അതായത് 5 മാസം 6 മാസത്തിന് ഇടയ്ക്കുള്ള പ്രഗ്നൻസി ആണെങ്കിൽ 2 ഡോക്ടേഴ്സിൻ്റെ കീഴിൽ വേണം ഈ അബോർഷൻ നടക്കാനായിട്ട്. ഈ റേപ്പ് ചെയ്തൊരു പെൺകുട്ടിയാണെങ്കിലോ അപ്പോൾ? അതെ, സ്പെഷ്യൽ കൺസിഡറേഷൻ എന്ന് വെച്ചാൽ ഒബ്വിയസ്ലി എന്താ പറയുക, അതിജീവിത ആയതുകൊണ്ട് നമ്മൾ പേരും അതെല്ലാം കോൺഫിഡൻഷ്യൽ ആയിട്ട് വെച്ചേക്കണം. പിന്നെ അവർക്ക് ഭയങ്കരമായിട്ട് ഒരു പ്രൊട്ടക്റ്റീവ് എൻവയോൺമെൻറ്റ് കൊടുക്കണം എന്നാണ്. നോൺ ജഡ്ജ്മെൻ്റൽ ആയിട്ട് തന്നെ സ്പെഷ്യൽ കെയർ കൊടുക്കണം. പിന്നെ അവരെ നമ്മൾ ഒരു രീതിയിലും ഹാർഷായിട്ടോ എന്താ പറയുക, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് കുത്തി ചോദിക്കുക, ഭയങ്കരമായിട്ട് അങ്ങ് ഹിസ്റ്ററി എടുക്കുക, അതൊക്കെ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഫസ്റ്റ് ഓഫ് ഓൾ ആ കുട്ടി ഓൾറെഡി ഭയങ്കരമായിട്ട് ഒരു മെൻ്റൽ ട്രോമയിൽ കൂടെ പോകുന്നതായിരിക്കും. പിന്നെ അത് പിന്നെയും അതിനെ ചോദ്യം ചെയ്ത് ആ ഒരു എന്താ പറയുക ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇപ്പം ഈ ഇടയ്ക്ക് ഒരു കേസ് ഉണ്ടായിരുന്നു, സുപ്രീം കോടതി പറഞ്ഞത് 1 മാസം മുന്നേ നടന്ന കേസാണ്. 19 വയസ്സുള്ളൊരു കുട്ടി പ്രഗ്നൻ്റ് ആയി, പക്ഷെ അത് 30 വീക്സ് ആയി. 30 വീക്സ് എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഒരു 7 മന്ത്സ് അല്ല, ഒരു 8 മന്ത്സോളം ആയി. അപ്പോൾ അത് ആ ഗർഭം അലസിപ്പിക്കാനായിട്ട് സുപ്രീം കോടതി ഒരു ഉത്തരവിട്ടായിരുന്നു. പക്ഷെ അത് ഡോക്ടേഴ്സ് ആരും സമ്മതിച്ചില്ല. പക്ഷേ സുപ്രീം കോടതി ഉത്തരവിട്ടുകൊണ്ട് മാത്രം അത് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അപ്പം 24 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഈ പ്രഗ്നൻസി എന്നുണ്ടെങ്കിൽ പിന്നെ അത് നമുക്ക് കോടതി വഴി തന്നെ മുന്നോട്ട് പോകേണ്ടി വരും. നമ്മൾ ഡോക്ടേഴ്സായിട്ട് നമ്മൾ സമ്മതിക്കാറില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിൻ്റെതായ കോംപ്ലിക്കേഷനും ഉണ്ട്. പക്ഷെ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു റേപ്പ് വിക്ടമിൻ്റെ അടുത്ത് നമ്മൾ വേണ്ട, ഈ കുട്ടിയുമായിട്ട് ഇനി ജീവിതകാലം മൊത്തം മുന്നോട്ട് പോകാൻ പറയുവാണ്, അതൊരു ഹ്യൂമാനിറ്റേറിയൻ ഇഷ്യൂ ആണ്. അത് ഒരു രീതിയിൽ ആ കുട്ടിക്ക് അത് ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ല. പക്ഷെ നമ്മൾ ആ ഒരു ഹെൽത്ത് കോംപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഡോക്ടേഴ്സ് ആ 24 ആഴ്ചയിൽ അങ്ങ് സ്റ്റോപ്പ് ചെയ്തേക്കുന്നത്. പക്ഷേ നമുക്ക് റേപ്പ് വിക്റ്റം ആണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, ഹാർട്ട് പ്രോബ്ലം ഉള്ളത്, അതായത് ഒരു പ്രഗ്നൻസി നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു ഹാർട്ട് പ്രോബ്ലം ആണെങ്കിൽ, അതൊക്കെ ആണെങ്കിൽ നമുക്ക് കോടതി വഴി മുന്നോട്ട് പോയിട്ട് ഗർഭമലസിപ്പിക്കാൻ പറ്റുന്നതാണ്. ഈ PCOD ഉള്ളവർ ഓവർ വെയിറ്റ് ആവാറുണ്ട്. സത്യത്തിൽ ഫാറ്റ് ആണോ അതോ നമുക്ക് ഈ പീരിയഡ്സിന്റെ എന്തെങ്കിലും ലക്ഷണങ്ങളാണോ? ഓക്കെ, PCOD എന്ന് പറഞ്ഞാൽ വലിയ ടോപ്പിക്കാണ്. എന്നാലും പറയുക, ഒരു 70% PCODയും എന്താ പറയുക വണ്ണമുള്ളവരിലാണ് വരുന്നത്. ഒരു 30% മാത്രമാണ് ഈ ലീൻ PCOS എന്ന് പറയുന്നത്. അപ്പം PCODയുടെ പ്രശ്നം എന്താ വെച്ചാൽ സിമ്പിളായിട്ട് പറയാം, നമ്മളിപ്പോൾ ഒരു ഭക്ഷണം കഴിക്കുവാണെങ്കിൽ ഭക്ഷണത്തിനകത്തുള്ള ഗ്ലൂക്കോസ് നമുക്ക് വേണം. അപ്പോൾ അത് എല്ലാവർക്കും വേണം, കിഡ്നിക്ക് വേണം, ഹാർട്ടിന് വേണം, എല്ലാവർക്കും വേണം. അപ്പം ഈ ഓർഗൻസിലോട്ടൊക്കെ അത് എത്തിക്കണമെങ്കിൽ അവിടെ ഒരു ഗേറ്റ് ഉണ്ടെന്ന് വെച്ചാൽ ഗേറ്റിന് ഒരു സെക്യൂരിറ്റി ഉണ്ട്. ആ സെക്യൂരിറ്റിയാണ് ഇൻസുലിൻ. അപ്പോൾ അത് അകത്തോട്ട് ചെല്ലണമെങ്കിൽ ഇൻസുലിൻ അവിടെ അത് അലോ ചെയ്യണം. ചില കേസസിൽ ഈ PCOD ഉള്ളവർക്ക് ആ ഇൻസുലിൻ തകരാറാണ്, ആ സെക്യൂരിറ്റി ഇല്ല അവിടെ. അപ്പോൾ ഈ ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് എല്ലാം നമ്മൾ കഷ്ടപ്പെട്ട് ഈ ഭക്ഷണം കഴിച്ച് ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് എല്ലാം ആരും തന്നെ അകത്തോട്ട് പോകത്തില്ല. അത് കിഡ്നിയിലോ ഹാർട്ടിനോ ആർക്കും അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തില്ല. ബ്ലഡിൽ തന്നെ അതിങ്ങനെ കെട്ടിക്കിടക്കും. ബ്ലഡിൽ കെട്ടിക്കിടന്നിട്ടാണ് അതിങ്ങനെ പല പല സ്ഥലത്ത് പോയിട്ട് ഫാറ്റായിട്ട് അക്യുമുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ PCODയിൽ നമ്മളിപ്പോൾ ചുമ്മാ ജിമ്മിൽ പോയെന്ന് പറഞ്ഞുകൊണ്ട് ആ ഫാറ്റിൽ ഒരു രീതിയിലുള്ള മാറ്റം വരാൻ പോകുന്നില്ല. അതിന് മെഡിസിൻ തന്നെ എടുക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട് PCODക്ക്. പക്ഷേ ഗൈനക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു എൻഡോക്രൈനോളജിസ്റ്റിനെ പോയി കാണുവാണെങ്കിൽ അവർ അതിൻ്റേതായൊരു മാനേജ്മെൻറ്റ് അവർക്ക് കൊടുക്കുന്നതാണ്. ആ രീതിയിൽ തന്നെ കുറയ്ക്കാൻ പറ്റുന്നതാണ്. കുറച്ച് സമയം എടുക്കും. അതുപോലെ തന്നെ ഈ PCOD ഉള്ളവർക്ക് ഈ പ്രഗ്നന്റ് ആവാനുള്ള സാധ്യതകൾ ഫ്യൂച്ചറിൽ കുറച്ച് പാടാണ് അല്ലേ? അത്
സിമ്പിൾ റീസൺ ആണ്. ഒന്ന്, അവരുടെ ആർത്തവം കറക്റ്റ് അല്ലായിരിക്കും, അതാണ് മെയിൻ റീസൺ. പിന്നെ ആർത്തവം കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാരിൽ തന്നെ ഈ ഹോർമോണിൻ്റെ ഇഷ്യൂ കാരണം, ഈ ഹോർമോൺ വ്യതിയാനം കാരണം ഉണ്ടാവുന്ന അണ്ടങ്ങൾ തന്നെ ക്വാളിറ്റി, അതായത് ഗുണനിലവാരം കുറവായിരിക്കും. അതാണ് സെക്കൻഡ് തിങ്. അപ്പം ബെസ്റ്റ് എന്ന് വെച്ചാൽ, ബെസ്റ്റ് മാനേജ്മെന്റ് എന്ന് വെച്ചാൽ നമുക്ക് ആ സൈക്കിൾസ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മരുന്ന് തരും ഗൈനക്കോളജിസ്റ്റ്. അപ്പോൾ അങ്ങനെ റെഗുലേറ്റ് ചെയ്തിട്ട് പിന്നെ അവരുടെ സൂപ്പർവിഷനിൽ തന്നെ ഇഞ്ചെക്ട് ചെയ്യും. അതായത് ഈ ഹോർമോൺസ് പുറമേ നിന്ന് തന്നെ അവർ ഇഞ്ചെക്ട് ചെയ്യും. ഇഞ്ചെക്ട് ചെയ്യുമ്പം ആ ഒരു റെഗുലേറ്ററി ആയിട്ട് തന്നെ നമ്മുടെ ബോഡിയിൽ ആ ഹോർമോൺസ് അങ്ങ് ഉൽപ്പാദിക്കപ്പെടുക മാത്രമല്ല, ആ രീതിയിലുള്ള നല്ല അണ്ടങ്ങൾ തന്നെ പ്രൊഡ്യൂസ് ആവും. അപ്പോൾ അതിലേതെങ്കിലും ഒരു സൈക്കിൾ നമ്മൾ മോണിറ്റർ ചെയ്യുവാണെങ്കിൽ നല്ല അണ്ടങ്ങൾ ഏതാന്ന് വെച്ചാൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അത് തന്നെ നമുക്ക് IVF-ലോട്ട് എടുക്കാം. ഇല്ല, IVF വരെ എത്തണം എന്നും കൂടെ ഇല്ല, അതിന് മുന്നേ തന്നെ നമുക്ക് നാച്ചുറലായിട്ട് ട്രൈ ചെയ്തിട്ട് തന്നെ ഗർഭധാരണം ഹെൽപ്പ് ചെയ്യാവുന്നതാണ് അവരെ. പക്ഷെ മൊത്തത്തിലൊരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് വേണ്ടി വരും. അതായത് ഈ വെയിറ്റ് കുറയ്ക്കണം, നേരത്തെ പറഞ്ഞ വെയിറ്റ് കുറയ്ക്കണം. പിന്നെ വെയിറ്റ് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്ന ആ ഒരു റൂട്ട് കോസസ് കാണുമല്ലോ. അപ്പം ഡയറ്റ് മാനേജ് ചെയ്യണം, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് എടുക്കണം, പിന്നെ കുറച്ച് ഫിസിക്കൽ ആക്ടിവിറ്റി ആവാം. വെയിറ്റ് ട്രെയിനിങ് നല്ലതാണ്, റെസിസ്റ്റൻസ് ട്രെയിനിങ് നല്ലതാണ്. അപ്പം ഇതെല്ലാം ഒന്ന് ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ PCOS-നെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു 40% ഒരു ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവാറുണ്ട്, അതും നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ഈ PCOD, PCOS ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? രണ്ടാണോ? ഇപ്പൊ രണ്ടും ഇല്ല. PMOS എന്നാണ് അതിനെ പറയുന്നത്. ഇപ്പൊ പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഓവറി സിൻഡ്രോം എന്നാണ് പറയുന്നത്. പക്ഷെ അത് കുഴപ്പമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് PCOD-യും PCOS ആണ്. അപ്പൊ അതിൽ ഫസ്റ്റ് ഉണ്ടായത് PCOD ആണ്. PCOD എന്ന് വെച്ചാൽ പോളി ഓവേറിയൻ, അതായത് പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് എന്നായിരുന്നു. അപ്പോൾ അത് വെച്ച് നമ്മൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ എല്ലാ ആർത്തവ സമയത്തും നമ്മുടെ അണ്ടാശയത്തിൽ നിന്ന് ഒരു ഫോളിക്കിളാണ് ഡെവലപ്പായിട്ട് പൊട്ടി അതിൽ നിന്ന് അണ്ടം വരുന്നത്. പക്ഷേ PCOD ഉള്ളവർക്ക് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ കുമിളകൾ പോലെ കുറേ ഫോളിക്കിൾസ് ഇങ്ങനെ ഡെവലപ്പായി ആരും തന്നെ പൊട്ടാതെ ഇങ്ങനെ ആ സ്റ്റേറ്റിൽ അങ്ങ് സ്റ്റക്കായിട്ട് നിൽക്കും. അപ്പം ആർത്തവം വരത്തുമില്ല. അപ്പോൾ അവർ വിചാരിക്കും എന്ത് പറ്റിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ 2-3 മാസം അങ്ങനെ ആർത്തവം ഉണ്ടാവാതെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇനി നേരത്തെ ഈ സ്കാനിങ് എടുക്കുമ്പോഴത്തേക്ക് ഈ കുമിളുകൾ കാണാൻ പറ്റുമായിരുന്നു. അപ്പം അതിനെ നമ്മൾ PCOD എന്ന് വിളിച്ചിരുന്നു. ഇനി ഇത് ഫസ്റ്റ്. പിന്നെ PCOS എന്താണ്? PCOS എന്ന് വെച്ചാൽ ഈ പ്രശ്നം മാത്രമല്ല, അതിൽ കൂടെ തന്നെ നമുക്ക് ആൻഡ്രജൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്. ടെസ്റ്റോസ്റ്ററോൺ ആണ് അതിലെ മെയിൻ ഹോർമോൺ. അപ്പോൾ അതിൻ്റെ ലെവൽ ഭയങ്കരമായിട്ട് അളവ് കൂടും ബ്ലഡിൽ. അത് കൂടുമ്പോഴാണ് നമുക്ക് ഈ താടിയിൽ രോമ വളർച്ച, പിന്നെ മുടി കൊഴിച്ചിൽ ഭയങ്കരമായിട്ട് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് അധികം സിംറ്റംസ് വരുമ്പോഴാണ് നമ്മൾ PCOS എന്ന് പറയുന്നത്. ഈ PMOS എന്ന് പറയുമ്പോഴത്തേക്ക് ഇതെല്ലാം കാരണം നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുവാണെങ്കിൽ, ബോഡിയിൽ കൂടുവാണെങ്കിലാണ് വെയിറ്റ് കൂടുന്നത്. പിന്നെ അതിൽ നിന്ന് ഇപ്പോൾ പറഞ്ഞ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകുന്നത്. അങ്ങനെ തൈറോയിഡിനെ എഫക്റ്റ് ചെയ്യും, പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോണിനെ എഫക്റ്റ് ചെയ്യും. അങ്ങനെ പല ഓർഗൻസിനെല്ലാം അല്ലെങ്കിൽ പല ഹോർമോൺസിനെ എല്ലാവരെയും കൂടെ ഒന്നിച്ച് എഫക്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ PMOS എന്ന് പറയുന്നത്. ഒരു ഗൈനക്കോളജിസ്റ്റ് എന്ന നിലയിൽ ഇപ്പോഴത്തെ പെൺകുട്ടികളോട് ഇപ്പം മാം സജസ്റ്റ് ചെയ്യുന്ന കുറച്ച് ആരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നായിരിക്കും പറയാം? അതായത് ചെറിയ പിള്ളേരില്ല. ഓക്കെ, ഒന്ന്, അവർ നല്ലപോലെ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. അപ്പോൾ അവരുടെ പാരൻസിനോടാണെങ്കിൽ തന്നെ ആരോടാണോ അവർ ക്ലോസ് ആണെന്ന് വെച്ചാൽ അവരോട് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. അതായത് അവരുടെ സൈക്കിളൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ, അമിതമായിട്ട് ബ്ലീഡിങ് എന്തെങ്കിലും ഉണ്ടോ, ഓവറായിട്ട് വേദനയുണ്ടോ, ഇതൊക്കെ ആരെങ്കിലും അറിഞ്ഞിരിക്കണം ഫാമിലിയിൽ. കാരണം അവർക്ക് അതിനെക്കുറിച്ച് അവയർനെസ് മാത്രമല്ല, അവർക്ക് അതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് മെഡിക്കലി സംഭവിക്കുന്നത് ഇവിടെ അറിയില്ലാത്ത പിള്ളേരെ. കുട്ടികളാണ് പെട്ടെന്ന് ഇപ്പൊ 9 വയസ്സിലേ ആവുന്നുണ്ട്. അതെ. അപ്പൊ അവർക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. നല്ലത് എന്താന്ന് വെച്ചാൽ പീരിയഡ്സ് ആവുന്നതിന് മുന്നേ തന്നെ അവിടെ മുതിർന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു കൗൺസിലിംഗ് കൊടുക്കുന്നതാണ് നല്ലത്. സ്കൂളിൽ നിന്ന് കൊടുക്കുന്നതിനേക്കാളും, നമുക്കൊക്കെ സ്കൂളിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്, സ്കൂളിൽ നിന്ന് കൊടുക്കുന്നതിനേക്കാളും ഫാമിലിയിൽ തന്നെ ഒരാൾ പറയുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ അതൊരു റീഅഷുറൻസ് ആവുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, പീരിയഡ്സ് ആവും, ബ്ലഡ് കാണും, പേടിക്കരുത്, ബ്ലഡ് കാണുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറയണം, ഇതൊക്കെ ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ബ്ലഡ് കാണുന്നത് ഒരു അസുഖമല്ല, അത് നോർമലാണ്, പേടിക്കില്ല, ക്യാൻസർ ഒന്നും അല്ല, വന്ന് പറഞ്ഞാൽ മതി. അപ്പോഴായിരിക്കും ചിലപ്പോൾ പാഡ് ആദ്യമായിട്ട് അവർ കാണുന്നത് തന്നെ. അപ്പോൾ പാഡ് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. സ്കൂൾ ബാഗിൽ നേരത്തെ വെച്ചിരുന്നാൽ മതി. ഇനി സ്കൂളിൽ എങ്ങാനും ആവുകയാണെങ്കിൽ പാനിക് ആവണ്ടല്ലോ. അപ്പം പാഡ് ഇങ്ങനെയാണ് വെക്കേണ്ടത് പാൻറ്റീസിൽ. അപ്പോൾ അതിൽ ബ്ലഡ് സോക്കായി പൊക്കോളും. അത് 6 മണിക്കൂർ കഴിയുമ്പോൾ ചേഞ്ച് ചെയ്യണം, ഡിസ്കാർഡ് ചെയ്യണം. അപ്പം അങ്ങനത്തെ ഒരു ചെറിയൊരു പെപ് ടോക്ക് കൊടുത്താൽ മതി. അതിൽ തന്നെ അവർക്ക് ഭയങ്കര ഒരു ആശ്വാസം ഫീൽ ചെയ്യും. കാരണം ഇതൊന്നും ഇല്ലാതെ അവർ ഒരു ദിവസം പെട്ടെന്ന് ബ്ലഡ് കാണുവാണെങ്കിൽ
നല്ലപോലെ പാനിക് അറ്റാക്ക് വരികയും ചെയ്യും. പിന്നെ അവർ പറയാതിരിക്കുകയും ചെയ്യും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അവർ പറയത്തില്ല സ്കൂളുകളിൽ ആരോടും. പോകുന്ന കുട്ടികളെ പൊതുവെ മറ്റുള്ളവർ കളിയാക്കുമെന്ന് പേടിച്ചാണ് പറയാതിരിക്കുന്നത്. ബോഡി ഷെയ്മിങ്, പിന്നെ അങ്ങനത്തെ ഒരു മെന്റൽ ഒരു ട്രോമ കാണും. അപ്പൊ കൂടെയുള്ള കൂട്ടുകാരികൾക്കും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് നേരത്തെ അറിയായിരിക്കും. പക്ഷെ ആ കൂട്ടത്തിൽ ആ ഗ്രൂപ്പിൽ ഇപ്പൊ ആദ്യമായിട്ട് ആവുന്ന ആളാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു കാണത്തില്ല, അവയർനെസ് കാണത്തില്ല. അപ്പൊ അവയർനെസ് വേണം ഇപ്പോഴത്തെ പിള്ളേർക്ക്. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി ഇനി മിസ്കോൺസെപ്ഷൻ എന്തെങ്കിലും തലയിൽ കയറുന്നതിന് മുന്നേ തന്നെ നമ്മളൊരു അവയർനെസ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതാ. പിന്നെ ഇതിലൂടെ തന്നെ നിങ്ങളുടെ ബോഡിയിൽ വേറെ ചേഞ്ചസും കൂടെ ഉണ്ടാവുന്ന കാര്യം കൂടെ പറയണം. ബ്രസ്റ്റ് ഡെവലപ്പ് ആവും, ചിലപ്പോൾ അവിടെ രോമമൊക്കെ നമ്മുടെ പ്യൂബിക് ഏരിയയിലും അണ്ടർ ആംസിലൊക്കെ വന്നു തുടങ്ങും. ആ ഒരു അവയർനെസ്സും കൂടെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. ചില പിള്ളേർ വെയിറ്റും വെക്കാറുണ്ട്, പക്ഷെ അതൊക്കെ നോർമലാന്നും കൂടെ പറയുന്നതായിരിക്കും നല്ലത്. താങ്ക് യു മാം, താങ്ക് യു ഫോർ യുവർ ഇൻഫർമേഷൻ ആൻഡ് ടൈം. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ PCOD പറ്റിയാണെങ്കിലും നമ്മുടെ അബോർഷനെ പറ്റിയിട്ടാണെങ്കിലും തെറ്റിദ്ധാരണകൾ ഇങ്ങനെയൊക്കെയാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത് ഒരുപാട് നല്ല രീതിയിൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. താങ്ക് യു. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. താങ്ക് യു സോ മച്ച്.